ഇതാണ് മൂന്നാർ. മൂന്നാറിലേക്ക് മേലിലോട്ട് കയറാനുള്ളതാണ്. അതായത് ഈ മേലിലോട്ട് റൈറ്റ് സൈഡിലോട്ട് കാണുന്ന റോഡാണ് മാട്ടുപൊടി ഡാം. 10 കിലോമീറ്റർ ഇവിടെ നിന്നുള്ളൂ. പിന്നെ ടോപ്പ് സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് 33 കിലോമീറ്ററും വട്ടവടയിലേക്ക് ഇവിടെ നിന്ന് 45 കിലോമീറ്റർ ആണുള്ളത്. ഇത് കണ്ട ഞാൻ മുന്നേ ഒരു സ്ഥലത്തിന്റെ വീടിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതായത് ഇതൊരു പഴയ ഒരു പാലമാണ്. ഇത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു പാലമാണ്. പക്ഷേ ഈ ഒരു പാലത്തിന് പഴക്കമുണ്ട്, നല്ല ഇതാണ്. പിന്നെ താഴത്തെ കണ്ടോ, ഇത് ഏതാറെന്ന് ഞാൻ മറന്നുപോയി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം തന്നെ 7 മണിയാണ്. നല്ലൊരു സൺറൈസ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നല്ല രസമാണ് ഇവിടെ കാണാൻ ബാക്കി കാര്യങ്ങളെല്ലാം. റിപ്പിൾസും ഐറ്റംസും മുഴുവൻ ഇവിടെ ഉണ്ട്. ബ്ലാക്ക് ടീ, പിന്നെ ഫ്ലവേഴ്സ്, പിന്നെ ഓഫേഴ്സ് ഉണ്ട്. ബൈ എനി 4 get 1. 4 എടുത്ത ഒന്ന് ഫ്രീ ആയിട്ട് വേണം. പിന്നെ ചോക്ലേറ്റ്സ്, കാണിക്കുന്നുണ്ട് അവര്. മേലുണ്ട്. இதெல்லாம் ரிப்பிள்ஸ்ന്റെ ആണ്. சரிங்க, இப்போ சீசன் நல்லா இருக்கா? இல்ல, மண் சீசன் அது இப்ப இருக்காது. இப்போ வந்து உங்களுக்கு பனிசமயா அந்த கிழமைக்கு வந்து அது மே மாதத்துக்கு மேல தான் இருக்கும். அந்த மந்த் இண்டிவிஜுவலா வரும். மே மாசம் அப்படியே மே ஜூன்ல தான் இருக்கும். ஓ ஓகே. அதாவது பிறகு மார்ச் ஏப்ரல் வரை இது இருக்காது. பனிமேகம் தான் இருக்கும். பனிமேகம். ஓ, ചായ കുടിച്ചാവോ? ചായ പോട്ടെ, ബൈ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പേരൊക്കെ ഐസ്ക്രീം കുടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മോർണിംഗ് ടൈമിൽ എല്ലാവരും കുടിക്കുന്ന ചായയാണ് സാധാരണ. നമുക്കും എന്നാ കുടിച്ചു നോക്കിയാലോ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് കുടിച്ചു നോക്കാം. എങ്ക ഐസ്ക്രീം എങ്ക കിടക്കുക ഇതിനകത്തോ? ഈ ഇന്റെ വഴിയാണോ? ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവുക. മോർണിംഗ് ആണ് കേട്ടോ, മൂന്നാർ. അതാ കണ്ടല്ലേ, ഇപ്പൊ ടൈം 7 മണി അടുപ്പിച്ചിട്ടുന്നുണ്ട്. ആ സമയത്ത് ഐ ലവ് മൂന്നാർ. ഇതിൽ എഴുതിക്കുന്നതെന്നറിയാമോ? ഐ എം ഫിൽഡ് വിത്ത് യൂസ് പ്ലാസ്റ്റിക് ബോട്ടിൽ. നിങ്ങൾ കളഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചാണ് ഈ ഒരു എലിഫന്റ് ആനയെ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഇനി അത് സൂക്ഷിച്ച് നോക്കാൻ മനസ്സിലാവും നമുക്ക്. പിന്നെ നല്ലൊരു മാനിനെ കാണാൻ പറ്റും. മാനുണ്ട്, അവിടെ ഒരു ആടുണ്ട്. ഇതൊരു ലവിന്റെ എംബ്ലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ നൈറ്റ് വരുമ്പോഴേക്കും ലൈറ്റ് എത്തിക്കണം. ഇപ്പോൾ ലൈറ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ വരെയാണെങ്കിൽ ടു ക്യാച്ച് ഫേവറേറ്റ്. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഇവിടെ വിശ്രമിക്കാനൊക്കെ പറ്റും കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഇരിക്കാനൊക്കെ പറ്റും. ഇത് പാർക്ക് പോലെ, പാർക്കില്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരുന്ന സാധനം. ഇനി അങ്ങോട്ട് പോകുന്തോറും കാണിച്ചു തരാം.
ഈ ഈ ഓപ്പോസിറ്റ് കാണുന്ന തെങ്കാശി തേനി ഈ ഒരു പ്ലേസ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ തൊണ്ടയില്ലേ. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയതേ ഉള്ളൂ. കുറച്ചുകൂടെ മുന്നേ വരേണ്ടായിരുന്നു, പക്ഷേ ലേറ്റായി പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ് ആണ്. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. സെറ്റ് ഗൈസ്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണണല്ലോ ഇത് ഏത് സ്ഥലമാണെന്ന്. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. മൂന്നാറിലുള്ള ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇത് സൈഡിലൊക്കെ ഒത്തിരി കടകളുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാനും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പിടിച്ചപ്പെടുന്നത് എൻ്റെ മുഖം എങ്ങനെ വരുന്നു? പക്കല്ലേ? ഒരു രക്ഷയില്ല. നമ്മളിവിടെ വ്ളോഗൊക്കെ എടുത്ത് പോളിക്കും ഗൈസ്. നമ്മളുണ്ടല്ലോ ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് വ്യൂ പോയിന്റിലോട്ട് കയറുകയാണ്. ചെറുക്കൻ ഫുൾ ഓണാണ് ഗൈസ്. ചെറുക്കൻ ഫുൾ ഓണാണ്. ഇതാണ് കൂട്ടത്തിൽ നടക്കുന്നത്. നേരെ ഇങ്ങനെ ബോയ്സ് ആണ് വന്നോണ്ടിരിക്കുന്നത്. എല്ലാം ഒരു രക്ഷയില്ലാത്ത വൈബ് ബോയ്സ് ആണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എക്കോ പോയിന്റിൽ നിന്ന് നമ്മുടെ പിള്ളേരും എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു അവിടെയുള്ള കാഴ്ചകളൊക്കെ? പിള്ളേരുണ്ടോ? കഴിയാം. അപ്പോൾ ഗൈസ്, നമ്മൾ എക്കോ പോയിന്റിൽ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ അത്യാവശ്യം ഫോട്ടോ 20 രൂപയാണ് ഇവിടുത്തെ പാസും ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. കണ്ടോ, നമ്മളറിയോ. പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളിപ്പോൾ കാണുന്നത് വട്ടവടയിലുള്ള ഒരു നല്ലൊരു ഫോട്ടോ ഷൂട്ട് എടുക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് ഈ ഒരു പ്ലേസ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ വട്ടവടയ്ക്ക് അകത്ത് കയറുന്നതാണ്. കയറിയതിന് ശേഷം മാത്രം നമുക്ക് പ്ലേസ് കിട്ടും. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പക്ഷെ നല്ല തിരക്കുണ്ടാവും. പക്ഷെ നമുക്കിപ്പം നിലവിൽ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു സീനറിയാണ്. ഇപ്പം മഞ്ഞ് കുറവാണ്, ഇത് ഉച്ച സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ അത്ര മഞ്ഞുണ്ടാകത്തില്ല. ഈ താഴെ കാണുന്നല്ല ഇവിടുത്തെ വില്ലേജസ് ആണ്. പിന്നെ വട്ടവട വില്ലേജസ് ആണ് ഈ കാണുന്ന താഴെയല്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 6 മണി വരെ ഇവിടെ ചെക്ക് പോസ്റ്റ് നമ്മൾ കയറ്റി വിടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ കയറ്റി വിടത്തില്ല. കയറ്റി വിടാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട്. ഇത് ഇതിൻ്റെ വേഗത്തുള്ള മലയാണ്. ഇങ്ങോട്ട് നമുക്ക് പോകും. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഇതാണ്. പക്ഷേ ഈ ചൂട് എന്ത് പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയായതുകൊണ്ടാണ്. ഇപ്പോൾ നിലവിലിവിടെ ഫോറിൻസും പിന്നെ എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ എന്താ പറയണം ചോദിക്കുകയാണെങ്കിൽ എന്താ നല്ലൊരു പ്ലേസ് ആണ്. ഒരു സംഭവം കാണിച്ചു തരാം. വെറൈറ്റിയിൽ ചെയ്ത് ചെയ്യാം കൊള്ളാല്ലേ.
ഇത് സ്ട്രോബെറി തോട്ടം, പിന്നെ ഇത് റോഡ്. ഗൈസ്, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു തേയിലത്തോട്ടമാണ്. ഈ ഒരു തേയിലത്തോട്ടം നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിയിലുള്ളതാണ്. ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ ഒത്തിരി ഗ്രീൻ കളറിലാണ് നിൽക്കുന്നത്. എന്നാ തേയില കണ്ടിയോ? തേയില. ആൻഡ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ എങ്ങനെയാണ് ഭംഗി അതുപോലെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഒരു ഫ്ലവറിനെ കാണിച്ചില്ല കേട്ടോ, വേണ്ടോ? അതെ, ഇതൊരു ചർച്ചാണ്. ഈ ഒരു പള്ളിയുടെ ഇവിടെ നിന്നാണ് അവർ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞത്. വീഡിയോ ഇല്ല, ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞത്. ഈ പേര് ഭയങ്കര കത്തിയാണ് കേട്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ പോവുക. നമ്മൾ ഈ ചർച്ചിനകത്ത് ചെരുപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് കയറാം കേട്ടോ. ഇതാണ് ചർച്ച്. ഈ ഒരു പ്ലേസ് നോക്കിയാലും കാണാൻ പറ്റുന്നതാണ്. കണ്ണെത്ത ദൂരത്ത് തേയിലത്തോട്ടം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇത്രയും ഒരു ഇതിൽ വരുന്നത്. അല്ലാതെ വന്നിട്ടുണ്ട്, പക്ഷേ മുമ്പ് മൂന്നാറിലൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഫുൾ ഗ്രീനറി ആയിട്ട് നല്ല പ്ലേസ് ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കളർ ഗൈഡിങ് കൊണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിന് അത്രയ്ക്കും ഗ്രീൻ ആയിട്ടുണ്ട് ഇവിടെ എല്ലാം. അതേപോലെ സൂപ്പർ. ഇതുവരെ ഇത് സൺസെറ്റും കിട്ടുന്നത്. കറക്റ്റ്. ഫ്രഷ് ആണ് ഗൈസ്, ഫ്രഷ്. ഒരു രക്ഷയല്ല. ഇത് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം ഗൈസ്. ഇതുകൊണ്ട് ചവച്ച് കഴിഞ്ഞാൽ നല്ല വെടുക്ക് ചുടുക്കുന്നുള്ള സൗണ്ട് എടുക്കുക. പക്ക സാധനം. അമ്മ ചെയ്യണം നെരുപ്പ് നേരികരയിലുള്ള പോലെ അല്ല ഇത്. പാഷൻ ഫ്രൂട്ട് നമ്മളവിടെ ഇതാണ് ഇച്ചിരി മധുരം കുറവുണ്ട്. അതിനാണ് പഞ്ചസാര ഇട്ടത്. കഴിക്കാനാ ചെറുത് ബാക്കി റൂമിൽ കൊണ്ടോ കഴിക്കാൻ? അല്ല വണ്ടിയോ